ഫ്രണ്ട്സ്, ഒരു നൂറ്റാണ്ടിനപ്പുറം സ്പേസ് ടൂറിസം യാഥാർത്ഥ്യമായേക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ നാസ സ്വർഗത്തിലേക്ക് അയച്ച ഒരു പേടകത്തിലേറി സ്വർഗം ബ്ലോഗ് ചെയ്ത് കളയാമെന്ന അതിമോഹവുമായി കയറിക്കൂടിയ ബ്ലാക്ക് ടൗൺ യൂണിറ്റിലെ കുറച്ച് ബ്ലോഗേഴ്സ് അവിടെ കണ്ട രസകരവും എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടതുമായ കുറച്ച് സംഭവവികാസങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബ്ലോഗേഴ്സ് ഓൺ ടൂർ. ചിരി ഗ്യാരണ്ടി, സ്വർഗം നോ ഗ്യാരണ്ടി. അത് സ്വർഗത്തിന്റെ വാതിലായിരിക്കും അല്ലേ? എടാ, എന്നാ തട്ടി തുറന്ന് കയറിയാലോ? അങ്ങനെ ഞാനും എന്റെ പിള്ളേരും കൂടി സ്വർഗം കാണാൻ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. എന്താണ് സ്വർഗം? ജീസസ് ബ്രോയെ കാണണം, അതുപോലെ ശിഷ്യന്മാരെ കാണണം. പള്ളിയിൽ അച്ഛന്മാര് പറയുന്ന പോലെ ഇതൊക്കെ സത്യമാണോ എന്ന് ലോകത്തിന് നമ്മൾ കാട്ടിക്കൊടുക്കാൻ പോവുകയാണ് ഗായ്സ്. അത് മാത്രമല്ല ഗായ്സ്, എന്റെ പൂർവികർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരെയും ഞങ്ങൾ കാണിച്ചു തരും ഗായ്സ്. സ്വഭാവം വെച്ച് അവര് നരകത്തിലാവാനാണ് സാധ്യത ഗായ്സ്. എന്നാലും ഇത് അവളുടെ ഒരു പ്രതീക്ഷ. അവൾ അങ്ങ് പങ്കുവച്ചതേ ഉള്ളൂ. Hello guys, സ്വർഗത്തിലെ വിശേഷങ്ങൾ അറിയാനായി don't forget to like, share and subscribe our channel. അപ്പോ Stay tuned. ഈ സ്വർഗത്തിൽ വന്നിട്ട് ഒരു മനുഷ്യനെ കാണാനില്ല. മൊത്തം ആക്കുമായി വേണ്ടോ? ഞാനത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഇത് കണ്ടിട്ട് സ്വർഗത്തിൽ നിന്ന് ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നേ. എന്നാൽ നമ്മൾ സെന്റ് അൽഫോൻസ പള്ളിയിൽ നിന്ന് കുറച്ചു പേരെങ്കിലും സ്വർഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ? എടാ, നോക്കിക്കേ, കൈപ്പിലിപ്പിന് ഒരാൾ കേറിയിട്ടുണ്ടല്ലോ. നിങ്ങളൊക്കെ ആരാണ്? ഈ സ്വർഗത്തിൽ എന്താണ് കാര്യം? ഞങ്ങൾ ഭൂമിയിലെ വൈറൽ ബ്ലോഗേഴ്സ് ആണ്. മാഷാരാണാവോ? ഞാൻ പീറ്റർ, ഇവിടുത്തെ കാര്യസ്ഥനാണ്. പീറ്ററേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? പീറ്റർ ഏട്ടാന്നോ? ഞാൻ ആദ്യത്തെ മാർപ്പാപ്പേ. കുറച്ച് ബഹുമാനക്കാണോ? സോറി ബ്രോ, അല്ലല്ലോ ഇവിടെ താമസിക്കുന്നില്ലാത്തത്. അത് നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് വരുന്നവരല്ലേ? സ്വർഗവാസികളുടെ അണക്കവും പ്രാർത്ഥനയും ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാൻ പറ്റുമായിരിക്കും. അത് ആലോചിക്കാവുന്നതാണ്. അല്ലാതെ പണ്ട് സൺഡേ സ്കൂളിൽ ശരമാശ പഠിപ്പിച്ചായിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി ഭയങ്കര ഇടുങ്ങിയതാണ്. ഇത് യുഹാവേലാലും വീതി ഉണ്ടായിരുന്നല്ലോ. വഴിയൊക്കെ ഇടുങ്ങിയതായിരുന്നു മോനെ. പിന്നെ സ്മാർട്ട് സ്വർഗം പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥലമൊക്കെ ഏറ്റെടുത്ത് വഴി കുറച്ച് വിശാലമാണ്. ഇപ്പോ എക്സ്പ്രസ് ഹൈവേ ആണ്. അല്ല, എന്താ ഒരു പരച്ചിൽ കേൾക്കണേ? ഓ അതോ, ആ മതിലിന്റെ അപ്പുറത്ത് ശുദ്ധീകരണ സ്ഥലമാണ്. അവിടുത്തെ ആൾക്കാർ കരയുന്നതാണ് കേൾക്കുന്നത്. മാതാവ് ഇടയ്ക്ക് പോയി അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. അയ്യോ, അപ്പൊ അതൊക്കെ സത്യമായിരുന്നല്ലേ? പിന്നെ അല്ലാണ്ട് ഭൂമിയിൽ കിടന്ന് ജീവിച്ച് സുഖിക്കുമ്പോ സ്വർഗമെന്നും നരകമെന്നും ശുദ്ധീകരണ സ്ഥലമെന്നും കേൾക്കുമ്പോ ഒറ്റ ഒരുത്തിനും മൈൻഡ് ചെയ്യില്ല. മരിച്ചു കഴിയുമ്പോൾ യോഗ അനുഭവിക്കും. ഉള്ള കാര്യം പറയാലോ മക്കളെ, സെയിം വളരെ. ആർക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. അതെന്റെ സ്മാർട്ട് വാച്ചിൽ ഈശോ മെസ്സേജ് അയച്ചതാണ്. പുള്ളിനെ വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? അപ്പൊ ഞങ്ങളോ? നിങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഞാനൊരു കാര്യം ചെയ്യും, രണ്ടുപേരെ ഇങ്ങോട്ട് വിടാം. അവരോട് പറഞ്ഞാൽ മതി, അവർ കാണിച്ചു തരും നിങ്ങൾക്ക് ആരാ കാണേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. നിങ്ങളാണോ ഭൂമിയിൽ നിന്ന് വന്ന ആ തൊഴിലില്ലാത്തവര്? അയ്യോ,
ഞാൻ ചാർലി. ഇതെന്റെ പ്രിയതമ ടെസ. സ്വർഗത്തിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണോ? ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടുന്നതാണല്ലോ. മൂടുപോയി. ആ അത് പോട്ടെ. നിങ്ങൾ ആരെയും കാണാൻ പറഞ്ഞില്ലേ? ആരെയും കാണണ്ടേ? പേര് വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞ ആളെ ഇവിടെ എത്തിച്ചതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവർക്ക് സ്വർഗത്തിലുള്ളവരായിരിക്കണം. അതിനു മുമ്പേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നരകം എവിടെയാ? ആഹാ, നരകത്തിൽ പോയിട്ടെടുക്കായോ? ഏയ് അങ്ങനെയല്ല, ഒരു ക്യൂരിയോസിറ്റി. നരകമൊന്നും നമുക്ക് കാണാൻ പറ്റില്ലെന്നേ. അങ്ങനെ ഇരുട്ട് കണ്ടു, അതാണ് നരകം. നരകത്തിൽ തീയാണല്ലോ നമ്മളെ ലംഘിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഫുൾ വെളിച്ചല്ല വേണ്ടേ? ആ, ഞങ്ങൾക്കൊന്നും അറിയാൻ വേണ്ട. അവിടെ മൊത്തത്തിൽ ഡാക്കാണെന്ന് കേട്ടിരിക്കുന്നത്. അല്ല പിള്ളേരെ, നിങ്ങൾ വന്ന കാര്യം പറയും. നിങ്ങൾക്ക് ആരെ കാണണ്ടേ? എന്നാ പിന്നെ നമ്മുടെ ബ്ലാക്ക് ടൗൺ പള്ളിയിലെ ആ സ്ഥലം ഭക്തന്മാരാണെങ്കിലും നോക്കിക്കേ. ഒരു സാധ്യതയില്ല കേട്ടോ. എന്നാലും നിങ്ങൾ പറഞ്ഞല്ലേ, നമുക്കൊന്ന് നോക്കാം. അല്ലേ ടെസ? ശ്ശേടാ, നിർത്തി അങ്ങ് അപമാനിക്കാണല്ലോ. അതെ, ആ നോക്ക് നിങ്ങൾ തോമാസില്ലേ 4 പിള്ളേരുള്ളത് അങ്ങനെ ഉണ്ടോന്ന് നോക്കിക്കേ. അതെ, പിള്ളേരുടെ എണ്ണം നോക്കിയല്ല സ്വർഗത്തിലേക്കുള്ള എൻട്രി കിട്ടുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും. എന്നായാലും ഒന്ന് നോക്കട്ടെ. പിന്നെ തോമാച്ചൻ അയാൾ പോയിട്ട് ഗോകുലത്തിങ്ങളുടെ വീട്ടുപേരുള്ള ഒരുത്തം പോലും ഇല്ല. എന്നാ പിന്നെ നമ്മുടെ പുതുമല പാവങ്ങളും ഗ്രേസ്യാൻഡിയില്ലേ, അവരുണ്ടോന്നൊന്ന് നോക്കിക്കേ. ഗ്രേസ്യാൻഡ് ഇല്ലാത്ത ഓരോ കമ്മിറ്റി പോലും ഞങ്ങളുടെ പള്ളിയിലില്ല. എന്തായാലും അവര് കാണാതിരിക്കില്ല. കമ്മിറ്റികളും കൊളാണ്ടർഷിപ്പും ഒക്കെ കളിച്ചു നടക്കുന്ന ആരും തന്നെ ഈ സ്വർഗത്തിലില്ല. ഷേടാ, നീ ഇപ്പൊ ആരുടെ പേര് ചോദിക്കും? എടാ, എന്നാ പിന്നെ നമ്മുടെ 2025 കൈക്കാരനില്ലേ, നമ്മുടെ ഓൾറൗണ്ടർ ജോസേട്ടൻ, ആരുണ്ടോന്നൊന്ന് നോക്കിക്കേ. ഓൾറൗണ്ടർ ഒക്കെ അങ്ങ് ക്രിക്കറ്റിലല്ലേ ഉള്ളവരെ, ഇവിടെ അങ്ങനെ ആരുമില്ല. എന്നാ പോട്ടെ, നമ്മുടെ കഴിക്കാറുണ്ട് സ്റ്റാൻലി ചേട്ടൻ. നിങ്ങൾ പറയുന്നത് ആ 2 പ്രാവശ്യം കൈക്കാരനായ ചുള്ളൻ സ്റ്റാലിനെ പറ്റിയാണോ? അതെ അതെ, ആ മുതൽ തന്നെ. പുള്ളിക്കാരൻ കാര്യം ചുള്ളനെ പിടിക്കലൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ പേരില്ല. ഷോ, ഇത് ഭയങ്കര ഡിപ്രസിംഗ് ആണല്ലോ. ഷോക്കാണ് ഇഷ്ടോ. നമ്മുടെ യൂണിറ്റിന്റെ മനസ്സിൽ കാണിച്ചുകൊണ്ടാണില്ലേ അങ്ങനെ വീട്ടിൽ വിളിച്ചേ. ഹലോ പ്രാഞ്ചുകുട്ടിയോളാ, സുഖല്ലേ? നല്ല ജീവനായിട്ടുണ്ടല്ലോ. നല്ല ഫുഡടിയും വർക്കൗട്ടൊക്കെ ആണല്ലോ ഇവിടെ. എടേ പയ്യൻസ്, എന്റെ മസിൽസിൽ തൊട്ട് കളിക്കരുത്. പുണ്യാളൻ ഒരു ശാഖ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പേരില് ബ്ലാക്ക് ടൗണിൽ ഒരു വാഴ തുടങ്ങിയിട്ട് ഒരാളെ പോലും നമ്മുടെ യൂണിറ്റിന് നിങ്ങൾ സ്വർഗ്ഗത്തിൽ കഴിക്കില്ലല്ലോ. നിങ്ങളുടെ ജീവൻ കഴിച്ച് യോയായി നടന്നോട്ടോ. ചിലപ്പോ വെയിറ്റിംഗ് ലിസ്റ്റിൽ കണ്ടേക്കും. വെയിറ്റിംഗ് ലിസ്റ്റോ? ഇതൊക്കെ PSCയുടെ വെയിറ്റിംഗ് ലിസ്റ്റോ? വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നവരൊക്കെ ഒരു 1000 വർഷം കഴിയുമ്പോ സ്വർഗത്തിൽ കയറുമായിരിക്കും. 1000 വർഷം? You mean 1000 years? അതെ, കത്താവ് ഒരു ദിവസം 1000 വർഷം പോലെ, 1000 വർഷം ഒരു ദിവസം പോലെയും. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. എടാ പിള്ളാരെ, നിങ്ങൾ എന്റെ പേര് യൂണിറ്റ് തുടങ്ങിയതുകൊണ്ടോ, കൂട്ടപ്രാർത്ഥന നടത്തിയതുകൊണ്ടോ, വാണക്കൊല എഴുതിയതുകൊണ്ടോ സ്വർഗത്തിൽ എഴുതി കിട്ടുക. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂടി പുസ്തകത്തെ ആളുകളിൽ നീ പഠിച്ച സ്വർഗമല്ല, അനുഭവങ്ങളുടെ സ്വർഗം. ദിവസം തോറും നിങ്ങളുടെ പ്രോഗ്രഷൻ ഈ സ്വർഗത്തിന്റെ ആത്മാവറിയാവുക. സെൻസിറ്റീവ് എന്റെ അമ്മേ, പ്രാഞ്ചുകുട്ടിയാണ് ടേബിൾ പറഞ്ഞ ജോസഫ് അലക്സിന്റെ പേര് നിനക്ക് തോന്നേ. എന്നാ പിന്നെ നമുക്ക് സ്കൂട്ടായാലോ? ആ, അതാ നല്ലത്. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. എനിക്ക് സ്നേഹം വിടക്കുന്ന ഭൂമുഖവാദിന്റെ സ്നേഹം ദേ കിടക്കണു. എടീ ചിഞ്ചു, അത് ചേട്ടാ, എന്റെ സെൽഫി സ്റ്റിക്ക് എവിടെയാ? നിന്റെ ഒരു സെൽഫി സ്റ്റിക്ക് തേങ്ങയുടെ മൂട്.
ദേ ആ പിള്ളേര് പാരിസിലേക്കുള്ള ഡാൻസ് പ്രാക്ടീസിന് വന്നിരിക്കുന്നു. അയ്യോ ചേട്ടാ, ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ ആൾക്കാരൊന്നും സ്വർഗത്തിലില്ലെന്നേ. എനിക്ക് ആകെ സങ്കടായി. ബെസ്റ്റ്. എടി ചിഞ്ചു, നമ്മുടെ കൂതാശകളും വിശ്വാസങ്ങളും ഒക്കെ പിന്നെ എന്തിനാ? നന്മ ചെയ്ത് ജീവിച്ചാൽ ഏതൊരു ക്രൈസ്തവനും സ്വർഗത്തിൽ പോകാം. നീ ഇപ്പൊ ചെന്ന പിള്ളേരെ ഡാൻസ് ഒന്ന് സെറ്റാക്കും. അത് ശരിയാ. ഹോ, എന്റെ ഒരു സ്വപ്നം. വാ പിള്ളേരെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. എല്ലാരും അടിച്ചുകാരി വാ 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 വാ. ബോസിന് സ്വർഗത്തിൽ പോകാമെന്ന് ഭൂമിയിലുള്ള ആരും വിചാരിക്കണ്ട. നന്നായിട്ട് ജീവിച്ചാൽ ഉറപ്പായും സ്വർഗത്തിൽ പോകും. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനാണ് എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇതൊരു സാങ്കല്പിക നാടകമാണ്. തമാശകളെ തമാശകളായി മാത്രം ഉൾക്കൊള്ളണമെന്ന് എല്ലാം നല്ലവരായ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു. ഈ പാരിഷ് ഡേ ദിനത്തിൽ എല്ലാവർക്കും സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ഫാമിലി യൂണിറ്റ് പ്ലാറ്റ്ഫോമിന്റെ ആശംസകൾ.